കിടക്കാൻ ഭൂമി ഇല്ലാണ്ടായപ്പോഴാണ്, നിവൃത്തിയില്ലാണ്ടായിട്ടാണ് ഞങ്ങളെ സഹായിച്ചവരുടെ പാർട്ടി എടുത്തത്. ഏതായാലും ഇത്തവണ ഒരു താമര ഇവിടെ വിരിയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. വിരിയും, വിരിയിക്കും ഞങ്ങൾ നടന്നെങ്കിലും. ഇപ്പോ ഈ വി ഡി സതീശനോട് എന്താണ് പറയാനുള്ളത്? വി ഡി സതീശനോട് അയാൾ പറയണേനൊക്കെ പറയാൻ നിന്ന വായ പോയ വാക്കത്തി പോലെയല്ലേ. അയാൾ എല്ലായിടത്തും ഇട്ട് വെട്ടേണ്, എല്ലാ കാര്യത്തിനും ഒരു ബോധമില്ലാണ്. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അതിൽ നന്നായിട്ട് വഖഫ് എന്താന്ന്, ഒരു പഠിപ്പില്ല. പക്ഷെ അയാളോ ഭയങ്കര അഡ്വക്കേറ്റ് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഐബിയുടനും ഒരു വിവരവും ഇല്ലാത്തവരാണ്. ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി ഈ വഖഫിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നന്നായിട്ട് ഈ ഇരിക്കുന്ന അമ്മമാര് പറയും വഖഫ് എന്താണെന്ന്. ചതിച്ചല്ല, അതിലും വലിയ ചതിയാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഭൂമി, എൻ്റെ കിടപ്പാടം പോകാൻ പോയപ്പോൾ എന്നെ സഹായിക്കാൻ വന്നത് ഈ സതീശനോ അല്ലെങ്കിൽ ഈ കേരള ഗവൺമെന്റിലെ ആരുമല്ല. എന്നെ സഹായിച്ചത് ഈ മോദി എന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി BJP ആണ്. ആ ഒരു ധാരണ, ആ ഉറപ്പ് എനിക്കുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നലെ BJP ചേർന്നത്. ആ നന്ദിയുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയണത് ഞാൻ BJP ചേർന്നല്ല ഞാൻ പറയണത്, നന്ദിയുള്ളവനായി എന്നാണ് ഞാൻ പറയണത്. ഞാനും എൻ്റെ ഭാര്യയും ഈ പ്രധാനമന്ത്രി മോദിയോടും ആ ഗവൺമെന്റിനോടും നന്ദിയുള്ളവരായി. ഞങ്ങൾക്ക് ഈ സതീശനെ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ കൊണ്ടോ ഒരു ഉപകാരം ഉണ്ടായൂലെന്ന് പൂർണ്ണ 100% ബോധ്യം വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഈ വഖഫ് അമെൻമെന്റ് പാസ്സാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നലെ BJP ചേർന്നത്. അത് ഒരു 55 പേര് ഇന്നലെ ചേർന്നുണ്ട്. ഈ 55 പേരെന്ന് പറഞ്ഞാൽ 4 പേര് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 220 പേരോളം ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 220 പേര് ഓൾറെഡി BJPക്കാരായിട്ടുണ്ട്. ഈ 9-ാം തീയതി ഞങ്ങളെ ഈ വഖഫ് എന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ച മന്ത്രി ഇവിടെ വന്നിട്ട് കിരൺ റിജിജു 9-ാം തീയതി ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടെയുള്ള ഭൂരിഭാഗം പേരും അദ്ദേഹത്തിൽ നിന്ന് അംഗത്വമെടുത്ത് BJPയിൽ ചേരും. അപ്പോഴും ഈ പറഞ്ഞ സതീശൻ അപ്പോഴും പറയും അത് BJPക്കാരാണ്. അയാളുടെ വാക്കിന് ഒരു വിലയില്ല. ഈ കേരള ജനത ഇനി ഒരു വിലയും കൽപ്പിക്കൂല. അമ്മ നമസ്കാരം. അമ്മ ഇന്നലെ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തല്ലേ? അപ്പോ ഈ അമ്മ നേരത്തെ BJPക്കാരായിരുന്നു VD സതീശൻ പറഞ്ഞത്? BJP എന്ന് പറഞ്ഞത് കേട്ടത് ഇപ്പോഴാണ് കേൾക്കണത്. ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാരായിരുന്നു അന്നും ഇന്നും എന്നും. ഞാൻ മാലുവേലും വെച്ചു അത് തന്നെയാണ് ഞങ്ങളുടെ ഇതിന് ഇപ്പം പറഞ്ഞില്ലേ. അതുപോലെ എൻ്റെ ചേച്ചി ആങ്ങളെയൊക്കെ കോൺഗ്രസിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബമായിരുന്നു. അവിടെ നിന്നാണ് ഞാനിവിടെ വന്നത്. അത് ഇന്നലെ ഞങ്ങൾക്ക് കിടക്കാൻ ഭൂമി ഇല്ലാണ്ടായപ്പോഴാണ്, നിവൃത്തിയില്ലാണ്ടായിട്ടാണ് ഞങ്ങളെ സഹായിച്ചവരുടെ പാർട്ടി എടുത്തത്. ഏതായാലും ഇത്തവണ ഒരു താമര ഇവിടെ വിരിയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. വിരിയും, വിരിയിക്കും ഞങ്ങൾ നടന്നെങ്കിലും. ഇപ്പോൾ നിങ്ങളോട് ഒത്താശയോടുകൂടി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 2 കൂട്ടരും കൂടി കാശ് കൊടുത്ത് ഞങ്ങളെ വിറ്റതാണ് വഖഫിന് വേണ്ടിയിട്ട്. ഞങ്ങൾ മേടിച്ചത് ഒരിക്കലും വഖഫ് ഭൂമിയല്ല. ഞങ്ങൾ മേടിച്ചത് വില കൊടുത്ത് മേടിച്ചത് പൂർണ്ണ അധികാരത്തോടുകൂടി കൈവശം വെക്കാനും ക്രയവിക്രയം ചെയ്യാനും അധികാരമുള്ള ഭൂമിയല്ല ഞങ്ങൾ മേടിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് മുദ്രപത്രത്തിൽ പതിച്ചു തന്നത്. അല്ലെങ്കിൽ അന്ന് ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ ഭരിച്ചിരുന്ന പാർട്ടി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മാറി മാറി ഭരിച്ചിരുന്ന വെച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP ഇപ്പോഴല്ലേ ഞങ്ങളുടെ കാര്യത്തിലേക്ക് വന്നുള്ളൂ. നിങ്ങൾക്ക് അന്ന് പറയാമായിരുന്നില്ലേ ഇന്ന് ഇത് ഇങ്ങനെയുള്ളൊരു ഭൂമിയാണെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? അന്ന് എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല? ഞങ്ങൾ വോട്ട് ആവശ്യമാണ്, എന്നാൽ ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ നിങ്ങൾക്ക് ആവശ്യമല്ല. അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ എന്താണ് നിങ്ങളത് അന്വേഷിക്കണ്ട. കാര്യം ഇവിടെ ചുറ്റുവട്ടത്ത് ഈ കാണുന്ന റിസോർട്ടുകളൊക്കെ വളർന്നു വന്നപ്പോൾ ഞങ്ങളെപ്പോലെ ഈ 600 കുടുംബവും മത്സ്യത്തൊഴിലാളി കുടുംബം തന്നെയാണ്, സാധാരണ കുടുംബമാണ്. ഞങ്ങളും പട്ടിണിയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുദിനം വേലയെടുത്തിട്ടാണ് ഞങ്ങളുടെ കുടുംബം ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വലിയ സമ്പന്നരൊന്നും ആയിട്ടില്ല. പ്രദേശം വളർന്ന് ഇപ്പോൾ വഖഫിനായാലും ആർക്കായാലും കണ്ണ് കിട്ടുന്ന വിധത്തിലുള്ള വളർച്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വഖഫ് കടന്നു തന്നെ. അത് നിങ്ങളുടെ ഒത്താശയോടുകൂടി ഇനിയെങ്കിലും ഞങ്ങളോടുള്ള ഈ ദ്രോഹം നിങ്ങൾ ഒഴിവാക്ക്. 2 നേതാക്കന്മാരോടുകൂടിയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ MP താൻ എന്തിനു വേണ്ടിയിട്ടാണ്ടോ ഞങ്ങളുടെ അടുത്തുനിന്ന് വോട്ടൊക്കെ മേടിച്ചിട്ട് പോയത്? താൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളാണ് പറഞ്ഞിട്ട് പോയത്? അതെ, ഹൈബീഡൻ. അദ്ദേഹം ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പായിരിക്കും, പ്രശ്നം നടക്കണ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഒരു 3 ലീഡേഴ്സുമാർ ഇവിടെ കൂടിയിട്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അന്ന് ഈ ബഹുമാനപ്പെട്ട ഹൈബീഡൻ പറഞ്ഞിട്ട് പോയതാണ്, ഞാൻ ജീവനുള്ളിടത്തോളം കാലം നിങ്ങളുടെ ഭൂമി ഒരാൾക്ക് നഷ്ടപ്പെടില്ല. എന്നിട്ട് അദ്ദേഹം ഈ ലോക്സഭയിലൊക്കെ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറയാൻ അദ്ദേഹം മുതിർന്ന ഒരു വാക്ക് പറയാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അയാൾ എവിടെയെങ്കിലും ഒരു മീഡിയയോട് പോലും പറയുന്നുണ്ടാ ഞാൻ ആ ജനത്തോടു കൂടി നിൽക്കും എന്നുള്ളത്?
ഇല്ലേ? ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം? ഇദ്ദേഹത്തെയൊക്കെ എന്തിനു വിശ്വസിക്കണം? ഞങ്ങളുടെ ഒരു വ്യക്തിയായിട്ടാണ് കരുതിയിരുന്നത് വെച്ചത്. ഞാൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ഈ നിമിഷം വരെ കോൺഗ്രസ്സുകാരൻ ഞാൻ. ഏതായാലും ഞാൻ ഇപ്പം ഈ നിമിഷം വരെ ഞാൻ ഇതെടുത്തിട്ടില്ല, മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അപ്പം ഈ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിന്നാ പറയണത് താൻ എന്തെല്ലാം വാക്കൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടും പോയത്. എന്നിട്ട് താൻ വല്ലതും മിണ്ടിയാടോ? താൻ മിണ്ടിയ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സുരേഷ് ഗോപി സാറ് ആ ലോകസഭയിൽ കിടന്ന് ചർച്ച ചെയ്തതിനും സംസാരിച്ചതിനും ഈ ഒരു നിയമം നടപ്പിലാക്കിയതിനും ഈ നിയമത്തിന് എന്തെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങ് ഞങ്ങളോടൊപ്പം ഈ ക്രിസ്മസിൽ ഞങ്ങളോടൊപ്പം വന്ന് ഇവിടെ ഇരുന്ന് ഞങ്ങളോട് അന്ന് പറഞ്ഞ വാക്കെന്തായിരുന്നു? അവിടെ സമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഈ ഡിസംബർ 25-ാം തീയതിക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ജനത്തോടൊപ്പം ഞാൻ ഉപവസിക്കുമെന്ന്. ഇല്ലേ? ഉപവസിച്ച് അതൊക്കെ ഞാൻ വലിയ കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു അങ്ങേക്ക്? ഇപ്പോഴും ഈ നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കിയതിന് ശേഷം ഈ നിമിഷം വരെ ആയിട്ട് നിങ്ങൾ ബി ജെ പി വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്നെന്ന് പറയാനല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു ചെറു വിരൽ പോലും നിങ്ങൾ അനക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടോ? കേന്ദ്രത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നു. എന്താ കേരളത്തിൽ ഞങ്ങൾ ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം വരെയും ഒരു നിയമപരമായ നീക്കമില്ലാത്തത് എന്തുകൊണ്ടിട്ട് ഞങ്ങൾ യാചിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനോടും. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നിട്ടെങ്കിലും ശേഷിച്ചിരിക്കുന്ന ആളുകളെങ്കിലും നിങ്ങളുടെ കൂടെ നിന്നവരോടെങ്കിലും ആ മര്യാദയും നന്ദിയും കാണിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുക. ചേട്ടാ, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം CPM അതിൻ്റെ നിരവധി പ്രവർത്തകരുള്ളൊരു പ്രദേശമായിരുന്നു. നിങ്ങൾ ഇത്രയ്ക്ക് വലിയൊരു സമരം നടത്തിയിട്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഏത് തരത്തിലുള്ള നിലപാടാണ് ആദ്യം മുതലേ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ എടുത്തിരിക്കുന്നത്? എങ്ങനെയാണ്? അതിനെ ഓർക്കാൻ നേരത്തെ ചിരിയാണ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾ ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ കൂടുന്ന സമയത്ത് ഇതിൽ സഖാക്കളുണ്ടായിരുന്നു, കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു, ഇവിടുത്തെ നേതാക്കന്മാരും വാർഡ് മെമ്പർ പോലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിർദ്ദേശങ്ങൾ തരാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ആരാണ് ഇവരെ പിന്തിരിപ്പിച്ചത്? സ്വയം പിന്തിരിഞ്ഞതാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആര് പറഞ്ഞിട്ടാണ് അവർ പിന്തിരിഞ്ഞത്? ഞങ്ങളോട് വീഡിയോ കോൾ വഴിയായിട്ട് ഞങ്ങളുടെ അച്ഛനോടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങളൊക്കെ നൽകി. പക്ഷെ ആ വാഗ്ദാന പ്രകാരം ഒരു നേതാവ് പോലും ഞങ്ങളുടെ ഈ സമരപ്പന്തലിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടോ? ഇല്ല. ആരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്? പ്രാദേശിക നേതാക്കന്മാർ ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഈ ബി ജെ പി ഭരിക്കുന്ന കുറച്ച് നേതാക്കന്മാർ ഞങ്ങൾക്കറിയാത്ത നേതാക്കന്മാരാണ്. ഞാൻ ഉള്ള കാര്യം പറയല്ല, എനിക്ക് അവരുടെ പേര് പോലും അറിയാൻ പാടില്ല. ഇപ്പം നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ രണ്ട് പാർട്ടിയുടെ മുമ്പിൽ. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രണ്ട് പാർട്ടി ഭരിച്ചിരുന്ന ഈ പ്രദേശത്ത് അപ്രകാരം ഒരു മഹത്തായ കാര്യം ചെയ്തു തന്ന ആ BJP-യിലെ മെമ്പേഴ്സിനോട് ഞങ്ങൾക്ക് നന്ദി പറയണമെന്നുണ്ട്. പക്ഷെ പേര് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സത്യം പറയും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വിഡ്ഢി ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, കാശ് കൊടുത്ത് പറയിപ്പിച്ചാണെന്ന് അവന്. എടാ, എനിക്ക് കാശ് കൊടുത്ത് പറയാനാണ്, എനിക്കിത് പറയണ്ട. അത് ഏതവനായിരുന്നാലും ശരി. ഇപ്പം നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കാശ് കൊടുത്ത് എടാ, ഞാനേ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാണ്. ഞാനുള്ളത് തുറന്നു പറയും, എനിക്കാരും ഭയവുമില്ല. പിന്നെ കാശ് കൊടുത്തിട്ടല്ലേ ഈ പറയുന്നത്? ഇവിടെ ഭരിച്ചിരുന്ന രണ്ട് പാർട്ടി ഉണ്ടായിരുന്നു. ഈ പാർട്ടി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ BJP ഞങ്ങൾക്ക് അത് ചെയ്തു തന്ന്. BJP-യിൽ 1-2 പേര് മാത്രമേ ഞങ്ങൾക്കറിയാൻ പാടുള്ളൂ. പ്രധാനമന്ത്രിൻ്റെ ആയിരിക്കുന്ന സുരേഷ് ഗോപി സാറും. കാരണം അദ്ദേഹം MP ആണെന്നും കേന്ദ്രമന്ത്രിയാണെന്നും ഞങ്ങൾക്കറിയാം. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ മറ്റൊന്ന് പറയണേ. കാരണം ഞാൻ പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് പറഞ്ഞ ഒരു മഹത്തായ വ്യക്തിക്ക് വേണ്ടിയുള്ള മറുപടിയാണത്. അപ്പം അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇവിടെ ഒരു നേതാക്കന്മാർ ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. ഇപ്പം ഈ 178 ദിവസമായി ആരാ വന്നിരിക്കുന്നത്? ഈ വന്നിരുന്ന സഖാക്കളെയും വന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും പിന്തിരിപ്പിക്കാനല്ലേ നോക്കിയത്? ഈ ദേവാലയത്തിന് തൊട്ട് പിന്നിൽ കിടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ പോലും എന്തുകൊണ്ടിട്ട് ഇപ്പോൾ ഇവിടെ വരാൻ ഭയക്കുന്നു? ആരെയാണ് ഭയക്കണത്? പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിനെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ആളുകൾ ഇവിടെ വന്നിരുന്ന, സഖാക്കൾ ഇവിടെ വന്നിരുന്ന ഇല്ലേ? ഞാൻ പേരെടുത്ത് പറയുന്നില്ല. സഖാവിൻ്റെ പേരെടുത്ത് ഇപ്പം സഖാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് നാണക്കേടാവും. അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ കൂടിയ സമയത്ത് 5-8 സഖാക്കന്മാരുണ്ടായിരുന്നു, അനുഭാവികളുണ്ടായിരുന്നു.
കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇതാ ഇപ്പം വോട്ട് വരാൻ നേരത്ത് പ്രചരണത്തിന് ഇറങ്ങുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ദാ ഇവിടെ ഇപ്പം കാണാനില്ല. ഇപ്പം ഈ പ്രശ്നങ്ങൾ നടന്നപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇതാ അവർ വഴിയായിട്ട് കേന്ദ്രത്തിൽ ഒരു നിയമം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായ വിധത്തിൽ വന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കൂട്ടരും ഇല്ല ഒട്ടും.